ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് പോർഷനായിട്ട് നമ്മൾ നോക്കാം. ഒന്ന്, ഇന്ത്യയിൽ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. വെനിസ്വേലയുടെ പ്രസിഡൻറ്റ് ഡെൽസി റോഡ്രിഗസ് ഇന്ത്യയിലുണ്ട്. ജൂൺ 3 മുതൽ 6 വരെ അവർ ഡൽഹിയിലുണ്ടാവും. വെനിസ്വേലയുടെ പ്രസിഡൻറ്റ് ഇന്ത്യയിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുന്നേ ഒരു വിഷയം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ വിസിറ്റ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വിസിറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായിട്ടുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. അതായത് വെനിസ്വേലയുമായിട്ട് നമ്മൾ എനർജി ഡീൽ നടത്താൻ പോവാണ്, ട്രേഡ് ഡീൽ നടത്താൻ പോവാണ്. എനർജി ട്രേഡ്, ഇതിനകത്ത് ഈ ട്രേഡ് എന്ന് പറഞ്ഞ വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനർജിയാണ് പ്രധാനപ്പെട്ട വിഷയം. എനർജി മീൻസ് നമ്മൾ വെനിസ്വേലയുടെ കയ്യിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ നമ്മൾ വെനിസ്വേലയുടെ എണ്ണ ഇറക്കുമതി കുത്തനെ ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. അതിൻ്റെ പരിണിത ഫലമാണ് റുപ്പി കുറച്ചുകൂടെ ഇടിവ് നേരിടുന്നത്. റുപ്പി എന്തുകൊണ്ട് ഇടിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് നമ്മളുടെ മേജർ ഇമ്പോർട്ടായിട്ടുള്ള എനർജി സെക്ടറിൽ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഇടിവ് നമ്മൾ നേരിടുന്നത്. റുപ്പിയുടെ ഇടിവ് സ്വാഭാവികമാണോ അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു സ്വാഭാവിക പ്രക്രിയ തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം രണ്ട് വിഷയങ്ങളാണ്: ഇറക്കുമതി, കയറ്റുമതി. എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയുടെ അടുത്തും അതേപോലെ എണ്ണ വിൽപ്പന നടത്തുന്ന രാജ്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും. ഇതുകൊണ്ടാണ് റുപ്പിയുടെ മൂല്യത്തിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പിടിച്ചു നിർത്തേണ്ടത് ആരാണെന്ന് വെച്ചാൽ ഇതിനെ പിടിച്ചു നിർത്തേണ്ടത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡോളർ വിറ്റുകൊണ്ട് റുപ്പി കൂടുതലായിട്ട് പർച്ചേസ് ചെയ്ത് റുപ്പിയെ റിസർവ് കറൻസി കാറ്റഗറിയിൽ ഡിമാൻഡിലേക്ക് കൊണ്ടുവരും. റുപ്പിയുടെ ഡിമാൻഡ് കൂടുമ്പോൾ തീർച്ചയായിട്ടും റുപ്പി കോമ്പീറ്റ് ചെയ്യും ഡോളറുമായിട്ട്. റുപ്പിയെ പിടിച്ചു നിർത്താൻ ആൾക്കാർ ആരുമില്ല എന്നുണ്ടെങ്കിൽ റുപ്പി ബൈ ഡിഫോൾട്ട് കൂപ്പുകുത്തും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ വ്യാപാരത്തിൻ്റെ ഒരു അൺസർട്ടനിറ്റിയാണ്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ക്രൈസിസ് ആണ്. റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ ഏറ്റവും കൂടുതൽ എനർജി ഷോർട്ടേജ് നേരിടുന്നുണ്ട്. കാരണം ഉക്രൈൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ റഷ്യയുടെ എനർജി മേഖലകളാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് റഷ്യ നമ്മളുടെ അടുത്ത് ആ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഉണ്ടല്ലോ അത് എടുത്തു കളഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ തരാൻ സാധിക്കില്ല, കാരണം ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഷോർട്ടേജ് ആണ്. നിരവധി എണ്ണപ്പാടങ്ങൾ ഉക്രൈൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ അതെല്ലാം തന്നെ റിക്കവർ ചെയ്തുകൊണ്ട് അതിനെ റിപ്പയർ ചെയ്ത് ഫിക്സിങ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഇന്ത്യക്ക് ആ ഡിസ്കൗണ്ട്, ഇതിന് മുമ്പ് തന്നുകൊണ്ടിരുന്ന ഡിസ്കൗണ്ട് തരാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം റഷ്യ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള എണ്ണ വിൽപ്പനയാണ് നമ്മളുമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതേ റൂട്ടിൽ വെനിസ്വേല വരികയാണ്. പക്ഷേ ഇവിടെ ഒരു പോരായ്മയുണ്ട്. വെനിസ്വേല $4-5 ഡിസ്കൗണ്ട് നമുക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് കൊണ്ട് ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാനേജ് ചെയ്യാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മാർക്കോ റൂബിയോയുടെ ഇന്ത്യ വിസിറ്റിനെ തുടർന്ന് അമേരിക്കയാണ് വെനിസ്വേലയെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ തുടർന്ന് നമ്മൾ വെനിസ്വേലയുമായിട്ട് ഓയിൽ ഡീൽ സൈൻ ചെയ്യുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഓയിൽ മാർക്കറ്റിനെ തീരുമാനിക്കുന്നത് ഇന്ത്യയാണോ, അല്ലെങ്കിൽ ഇന്ത്യ ആരുടെ അടുത്ത് ഓയിൽ വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. സ്വാഭാവികം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം മനസ്സിലാക്കേണ്ടത്, നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ക്രൈസിസ് ആണ്. ഇന്ത്യക്ക് മാത്രമാണ് ക്രൈസിസ് എന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും ഇന്ത്യയാണ് ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ റേറ്റ് നിലനിർത്തിയിരിക്കുന്നത്. ആഗോളതലത്തിൽ ഈ ക്രൈസിസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, എനർജി മേഖലയിൽ ഷോർട്ടേജ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയാണ് ഏറ്റവും കുറഞ്ഞ ലീസ്റ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന്. ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ പ്രൈസ് $120 മുതൽ $140 വരെ റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് IMF തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. IMF ഇന്ത്യയെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. IMFന്റെ ഗീത ഗോപിനാഥ് എന്ന് പറഞ്ഞ IMFന്റെ അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ക്രൈസിസ് കാലഘട്ടത്തിൽ. മറ്റുള്ള രാജ്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ശരിക്കും ഇന്ത്യ വൻ തകർച്ചയിലേക്ക് പോകുമെന്നാണ് അവർ കരുതിയിരുന്നത്. ഇറ്റ് മീൻസ് റുപ്പി 95 നിൽക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെയാണ് നമുക്കിപ്പോൾ അതിനെ വിലയിരുത്താൻ പറ്റുന്നത്.
നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം നടത്തുന്ന എക്കണോമിസ്റ്റുകളുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത് തന്നെ പറയും. പിന്നെ ചില യൂട്യൂബർ അല്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് യൂട്യൂബിലിരുന്ന് വാർത്ത പറയുന്ന ചില ആൾക്കാർ, നമ്മളൊക്കെ യൂട്യൂബിലിരുന്ന് വാർത്ത പറയുന്ന ആൾക്കാരാണ് കേട്ടോ. യൂട്യൂബിലിരുന്ന് വാർത്ത പറയുന്ന കുറച്ച് അവതാരകരുണ്ട്. അവരൊക്കെ പറയുന്നത് എക്കോണമിയെ അവർ വിവിധ രൂപങ്ങളിൽ ക്ലാസിഫൈ ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് ചില പ്രത്യേക വിഷയങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്താ അവതാരകർ ഇവിടെ ഉണ്ട്. അവർ GDP കാൽക്കുലേഷനെ കുറിച്ച് അവരൊരിക്കലും പറയില്ല. ഇന്ത്യയുടെ ഓവറോൾ GDP ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതിലുപരിയായിട്ട് ഇന്ത്യ 7ാമത്തെ 8ാമത്തെ 12ാമത്തെ സ്ഥാനത്തേക്കൊക്കെ പോകുമെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പല കാറ്റഗറിയിലെ ആൾക്കാരുണ്ട്. ഇവിടെ ഇന്ത്യയിലെ ഡെവലപ്മെന്റ്സ് ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആ ഏരിയ ഗ്യാപ്പാണ്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയായിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് മേഖലയായിക്കോട്ടെ, റോഡ്, റെയിൽ, പബ്ലിക് സെക്ടർ വർക്കുകളായിക്കോട്ടെ, ഇതേപോലെയുള്ള സിവിൽ വർക്കുകളെല്ലാം തന്നെ ഇന്ത്യയിൽ ഇനിയും നടത്താൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇറ്റ് മീൻസ് ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയായിക്കോട്ടെ, അതേപോലെ IT, AI ടെക്നോളജി മേഖലയായിക്കോട്ടെ, ആ മേഖലയിലും ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ടാണ് ഡിഫൻസ് മേഖലയിലേക്ക് വരുന്നത്. പിന്നെ നമ്മളുടെ സ്പേസ് സെക്ടർ, അങ്ങനെ നിരവധി മേഖലകൾ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റിന് സാധ്യമായിട്ടുള്ള പല മേഖലകളുണ്ട്. അപ്പം അതിൽ 1-2 സെക്ടേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു ഭാവി തന്നെയുണ്ട്, അതില്ലാതില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ പെർഫോമൻസിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന IMFന്റെ പ്രതിനിധിയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനി അടുത്തൊരു ഫേക്ക് നെറേറ്റീവ് കറങ്ങി നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ടൺ കണക്കിൽ 80-70 ടൺ, ആക്യുറേറ്റ് ആയിട്ട് പറയുന്നില്ല, 80-70 ടൺ സ്വർണം വിറ്റു $12 ബില്യൺ വർത്ത് വരുന്ന സ്വർണ്ണമാണ് ഇന്ത്യ വിറ്റത് എന്നുള്ള തരത്തിൽ ഒരു നെറേറ്റീവ് ഉണ്ട്. അത് വെറും നെറേറ്റീവാണ്. അതിൻ്റെ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗൾഫ് ന്യൂസ് പോലത്തെ, കലീസ് ടൈംസ് പോലത്തെ, അതുപോലെ ഫൈനാൻഷ്യൽ ടൈം പോലത്തെ മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. സംഭവിച്ചിരിക്കുന്നത് RBI തന്നെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് 880 ടൺ ഗോൾഡാണ്. അതാണ് നമ്മളുടെ റിസർവ് ഗോൾഡ്. അതായത് നമ്മുടെ വീടുകളിലുള്ള സ്വർണത്തിൻ്റെ കണക്കല്ല ഇത്. റിസർവ് ബാങ്കിൻ്റെ കസ്റ്റഡിയിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവാണത്. ആ ഫിസിക്കൽ ഗോൾഡിൽ 1 ഗ്രാം പോലും കുറഞ്ഞിട്ടില്ല. ഫിസിക്കൽ ഗോൾഡ് അതേപോലെ തന്നെ ഇന്ത്യയുടെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് ഈ $12 ബില്യൺ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ ഇന്ത്യയുടെ കറൻസി മൂല്യം ഇടിഞ്ഞതുകൊണ്ട് ഇന്ത്യയിലിരിക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യം റുപ്പിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഡോളറിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് $12 ബില്യൺ നഷ്ടമുണ്ട്. കാരണം അന്നത്തെ ഇന്ത്യൻ റുപ്പിയുടെ പ്രൈസ് അല്ല ഇന്നത്തെ ഇന്ത്യൻ റുപ്പിയുടെ പ്രൈസ്. അപ്പോൾ അത്രമാത്രം ഇന്ത്യൻ റുപ്പി മൂല്യത്തകർച്ച നേരിട്ടിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ കൃത്യമായിട്ട് RBI ചൂണ്ടിക്കാണിച്ചത്. അന്ന് നമ്മൾ 880 ടൺ സ്വർണം നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മൂല്യം, റുപ്പിയുടെ മൂല്യം തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ മൂല്യം റിക്കവർ ചെയ്യപ്പെടും. സ്വർണത്തിൻ്റെ പ്രൈസ് വാല്യൂവും ഇതേപോലെ കൃത്യമായിട്ട് റെഗുലറൈസ് ചെയ്യപ്പെടും. ആ പ്രൈസ് വാല്യൂവിൽ ഉണ്ടായ ഇടിവിനെയാണ് ഈ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ RBI സ്വർണം വിൽക്കുന്നതാണ് നല്ലത്. ഈ സ്വർണത്തിൻ്റെ പ്രൈസ് നമ്മൾ 2024 വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ഏതാണ്ട് ജനുവരി മാസം 60,000 ആയിരുന്നു 10 ഗ്രാം ഗോൾഡിൻ്റെ പ്രൈസ്. ആ സ്വർണ്ണമാണ് ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് ഉയർന്ന് 2025 ഡിസംബറോട് കൂടിയാണ് 1 ലക്ഷം മറികടക്കുന്നത്. 2026 ഏപ്രിലാണ് ഏറ്റവും പീക്ക്, 1,22,000 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പീക്കിൽ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്വർണം വിൽക്കാം. പിന്നെ പ്രൈസ് കുറയും, തീർച്ചയായിട്ടും കുറയും. കാരണം ഇപ്പം നിലവിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി, അതുപോലെ തന്നെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം, ഇതൊക്കെ കൊണ്ട് ആൾക്കാർ സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സോഴ്സായിട്ട് സ്വർണ്ണത്തിനെ കണക്കാക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സ്വർണം ഒരു അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഡിമാൻഡ് കൂടുന്നത്, പ്രൈസും കൂടുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ള ചെറിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. തീർച്ചയായിട്ടും സിറ്റുവേഷൻ ബാക്ക് ടു ദ നോർമലിലേക്ക് പോകുമ്പോഴത്തേക്കും സ്വർണ്ണ വില താഴോട്ട് തന്നെ വരും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്വർണ്ണം വാങ്ങിക്കാം. പിന്നെ ഇപ്പോഴത്തെ നിലവിലെ ഒരു കറൻസി ഷോർട്ട് ഫാൾ ഉണ്ടല്ലോ, അത് നമുക്ക് പിടിച്ചു നിർത്തുകയും ചെയ്യാം. അപ്പോൾ അതിന് സ്വർണ്ണം ഒരു 100 ടൺ വിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഗവൺമെൻറ് അങ്ങനെ പെട്ടെന്ന് സ്വർണ്ണം വിൽക്കാനുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ല. സ്വർണ്ണത്തിൻ്റെ പ്രൈസ് വാല്യൂ ഡോളറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന റുപ്പിയുടെ മൂല്യത്തിൻ്റെ ഇടിവ് വെച്ചിട്ട് കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ടേജ് ആണ് $12 ബില്യൺ എന്ന് പറയുന്നത്. അല്ലാതെ സ്വർണ്ണം വിറ്റിട്ടില്ല, ഫിസിക്കൽ ഗോൾഡ് ഇന്ത്യയിലുണ്ട്. ഇത് മനസ്സിലാക്കാതെ പലരും ബ്ലണ്ടായിട്ട് ഇന്ത്യ ഏതാണ്ട് 80-70 ടൺ സ്വർണ്ണം എടുത്ത് വിറ്റ് കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇങ്ങനെയാണ്. ഇനി ഗവൺമെൻറ് സ്വർണ്ണം വിറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്ത വന്നു കഴിഞ്ഞാൽ
ഞാൻ നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ വെനിസുലയുടെ ഓയിൽ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡോളറിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. US-ൻ്റെ ട്രഷറിക്കായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വെനിസുല അക്കൗണ്ടിലേക്ക് പോകും. US ഡോളറിന് ഒരു $3 to $4 കിട്ടും. കാരണം അവർ ഒരു കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട്. അതാണ് അമേരിക്കയുടെ നേട്ടം. പിന്നെ റഷ്യയുടെ സൈഡിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കുന്നതിലൂടെ റൂബിൾ ട്രേഡിൽ ഒരു തടസ്സം കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അത് ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടാക്കുന്ന ഒരു വിള്ളലാണ്. അതുപോലെ ഇറാനുമായിട്ടുള്ള ഓയിൽ ഡീലും ഇപ്പം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇറാനാണെന്നുണ്ടെങ്കിൽ ചൈനയെടുത്ത് 50 പെർ ബാരലിന് ഞങ്ങൾ എണ്ണ തരാം, വാങ്ങിക്കാൻ തയ്യാറാണെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയെ ഇപ്പോൾ നിലവിൽ സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇറാൻ്റെ എണ്ണ ഇറക്കുമതി. കാരണം അമേരിക്ക അവിടെ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേപോലെ ഇറാൻ ചൈന ത്രൂ ഇന്ത്യയും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ എണ്ണ ചൈനയിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനും. പക്ഷേ ഇവിടെയെല്ലാം തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലോക്കേഡാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രംപിന് അമേരിക്കയുടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു തിരിച്ചടി. യുദ്ധത്തിൻ്റെ റൈറ്റ്, ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷന് യുദ്ധം ചെയ്യാനുള്ള ആ റൈറ്റ് ഉണ്ടല്ലോ, ആ റൈറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു റെസൊല്യൂഷൻ പാസ്സാകുകയുണ്ടായി. അപ്പോൾ അവിടെ ഓപ്പൺ പോളിങ്ങിന് പോയപ്പോഴത്തേക്കും 211 വോട്ടുകൾ മാത്രമേ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കിട്ടിയുള്ളൂ. 215 വോട്ടുകൾ നേടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അതിൽ വിജയിച്ചത്. ഇറ്റ് മീൻസ് ട്രംപിൻ്റെ യുദ്ധം ചെയ്യാനുള്ള ഒരു അവകാശമുണ്ടല്ലോ, അതിനെ കൺറ്റംപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ റെസൊല്യൂഷൻ പാസ്സായിരിക്കുന്നത്. 4 റിപ്പബ്ലിക്കൻ ലോ മേക്കേഴ്സ് MPമാർ ട്രംപിനെതിരെ വോട്ട് ചെയ്തു. ട്രംപിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ ട്രംപിനെ എതിർത്ത് വോട്ട് ചെയ്തു. അതിനെതിരെ ട്രംപ് വലിയ രീതിയിൽ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇറാനെതിരെ ഒന്നും ഒരു തരത്തിലുള്ള പോസ്റ്റും ട്രംപ് ചെയ്തില്ല. ട്രംപ് ഇന്ന് വിഷമത്തിലാണ്. റിപ്പബ്ലിക്കൻസ് തന്നെ ട്രംപിനെ ചതിച്ചു എന്നുള്ള ഒരു തോന്നലിൽ, വിഷമത്തിൽ പുള്ളിക്കാരൻ സ്വന്തം പാർട്ടിക്കെതിരെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. ട്രംപ് US-ൻ്റെ കോൺഗ്രസിൽ പരാജയപ്പെട്ടതോടുകൂടി ഇറാൻ്റെ ഡിമാൻഡ് ഉയർത്തിയിരിക്കുകയാണ്. ഇറാൻ ഒരു സ്റ്റെപ്പ് മുകളിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഒമാൻ്റെ തീരത്തുള്ള അമേരിക്കയുടെ വാർഷിപ്പിന് മേളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്ന് ഓപ്പണായിട്ട് ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. അമേരിക്കയുടെ സെൻകോം ഇതിനെ ഡിനൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അത് നിഗൂഢമായിട്ട് തന്നെ തുടരുകയാണ്. അവരിപ്പം മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലെബനൻ്റെ ഉള്ളിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം നിർത്തിയാൽ മാത്രം പോരാ, ഇസ്രായേൽ പൂർണ്ണമായിട്ടും ലെബനനിൽ നിന്ന് പിൻവലിയണം, വെക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നതാണ് ഇപ്പം ഇറാൻ്റെ ഡിമാൻഡ്. അവർക്ക് നന്നായിട്ട് മനസ്സിലായി ട്രംപ് ഒരു മണ്ടനാണ്, ട്രംപിനെ എന്ത് വേണേലും നമുക്ക് കളിപ്പിക്കാം, കുരങ്ങ് കളിപ്പിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇറാൻ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഡെയിലി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫ്രോസൺ ഫണ്ടുകളും റിലീസ് ചെയ്യണം. ഖത്തറിൽ ഒരു 12 ബില്യൺ ഉണ്ട് അവർക്ക്, അത് റിലീസ് ചെയ്ത് കിട്ടണം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡിമാൻഡുകളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ട്രംപ് ഇതിനെ കേട്ടോണ്ട് ചർച്ച നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇറാനുമായിട്ട് വൈകാതെ ഞാൻ ഡീലിലെത്തും. വെറുതെ ഇങ്ങനെ കഥയായിട്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റോറീസ് ഓൺലി, ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണക്കച്ചവടം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ എനർജി സെക്ടർ സെക്യൂർ ചെയ്യുന്നത് നല്ലതാണ്. ഇതുവരെ സ്മൂത്തായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും സെക്യൂർ ചെയ്യുമെന്ന് IMF പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഗീതാ ഗോപിനാഥ് പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ നോർവേയിൽ നിന്ന് വരെ LNG വാങ്ങിക്കാൻ തയ്യാറായി, കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നീക്കുകയാണ്. ഇന്ത്യയുടെ ഇൻഫ്ലേഷനെ കുറിച്ച് അവർ വലിയ രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇൻഫ്ലേഷൻ ഈ ഒരു മാതൃകയിലെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതിയില്ലായിരുന്നു. പക്ഷേ ഇന്ത്യ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ കൂടുതൽ ആഡംബരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ക്രൈസിസിൽ എണ്ണവിലയൊക്കെ നല്ല രീതിയിൽ കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ മാത്രമാണോ ഈ പ്രശ്നമുള്ളത്, ഈ പ്രതിസന്ധി ഉള്ളത്, ഈ ക്രൈസിസ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കുള്ളതെന്ന് വെച്ചാൽ ആഗോളതലത്തിൽ ഇതാണ് വിഷയം. എല്ലാ രാജ്യങ്ങളുടെ ഉള്ളിലും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട ഈ കോൺഫ്ലിക്റ്റ് ബാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂറോപ്പൊക്കെ പല രാജ്യങ്ങളും പൊട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇന്ന് UK അമേരിക്കയിലെ ഇലോൺ മസ്കിനെ ബ്ലെയിം ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇലോൺ മസ്കിൻ്റെ X പ്ലാറ്റ്ഫോം തുടർച്ചയായി UK-ക്കുള്ളിലുള്ള ഇലക്ഷനിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് UK-യുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ഇലോൺ മസ്കിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനൊന്നും അമേരിക്കക്കാർക്ക് യാതൊരുവിധ കാഴ്ചപ്പാടുമില്ല. അവരിത് എവിടെ വേണമെങ്കിലും നടപ്പിലാക്കും. പണ്ട് CAA വെച്ച് നടപ്പിലാക്കുന്നെങ്കിൽ ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി നടപ്പിലാക്കുന്നു, സോഷ്യൽ മീഡിയ വഴി നടപ്പിലാക്കുന്നു. ട്രംപ് തന്നെ ടിക്ടോക്ക് വഴിയല്ലേ ഇലക്ഷൻ പ്രചാരണം നടത്തിയത്. അതുകൊണ്ടല്ലേ ടിക്ടോക്ക് പർച്ചേസ് ചെയ്ത് ഇപ്പോൾ അമേരിക്ക വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. എന്നാലും ടിക്ടോക്കിന് ഇന്ത്യക്കുള്ളിൽ ഇപ്പോഴും ബാൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെനിസുലയുമായിട്ടുള്ള വാർത്ത ഞാനിവിടെ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എനർജി പ്ലസ് ട്രേഡാണ്.
ഇന്ത്യ വെനിസുലയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതായത് മാക്സിമം ഇന്ത്യയിൽ നിന്നും എന്തെല്ലാം സാധനങ്ങൾ വെനിസുലയ്ക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റും, അതാണ് ഡിസ്കഷൻ. അപ്പോൾ അതായത് ഞങ്ങൾ അതിനനുസരിച്ചുള്ള എണ്ണയായിരിക്കും അവിടെ നിന്ന് വാങ്ങിക്കുക. കാരണം ഞങ്ങൾ ഡോളറിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡീലിങ്സ് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതിലുപരിയായിട്ട് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് വൈകാതെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീല് നിലവിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അമേരിക്ക ഇന്ത്യയെ നോക്കിക്കാണുന്നത് അവർ സ്മൂത്തായിട്ട് ഇന്ത്യയെ റഷ്യയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിട്ട് ഡോളർ ട്രാൻസാക്ഷനിലേക്ക് പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ദോഷം ചെയ്യും. നമ്മൾ വെനിസുലയുടെ എണ്ണ കുത്തനെ കൂട്ടിക്കഴിഞ്ഞാൽ നിലവിൽ നമ്മളുടെ കറൻസി ലെവൽ ഉണ്ടല്ലോ അത് വീണ്ടും ഇടിയും. അത് ഇടിഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന് വീണ്ടും ഡോളർ സെല്ലേണ്ടി വരും. ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ പറയത്തക്ക രീതിയിൽ നമ്മൾ പട്ടിണി അടക്കാൻ പോകുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. പരമാവധി നമ്മൾ ഇൻഫ്ലേഷൻ, പരമാവധി പണപ്പെരുപ്പം കൂടാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പോളിസികളായിരിക്കും ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കയറ്റം തടയുക എന്നുള്ളത് തന്നെയാണ്. 2 തവണ ഫ്യൂൽ പ്രൈസ് ഉയർത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് അത്രയ്ക്ക് നെക്ക് ലെവലിൽ ഇരുന്നത് കൊണ്ടാണ് അത് ഉയർത്തിയത്. പ്രത്യേകിച്ച് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അവരുടെ ടാക്സ് കട്ട് സമ്മതിക്കുന്നില്ല. അവരും കൂടി കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പിടിച്ചു നിർത്താമായിരുന്നു. അവർ കോപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വന്നത് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. നമ്മൾ വെനിസുലയ്ക്ക് നിരവധി സാധനങ്ങൾ ഇവിടുന്ന് കയറ്റി അയക്കുക, എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്കും നമ്മളായിരിക്കും കൂടുതൽ പണം അങ്ങോട്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെനിസുലയിലേക്ക് എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിലൊരു ടാലി കൊണ്ടുവരാൻ സാധിക്കില്ല. അതിലൊരു പരിധി വരെ നമുക്ക് അവർ ഡെഫിസിറ്റ് പിടിച്ചു നിർത്താൻ സാധിക്കും. അങ്ങനെയൊക്കെ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ ട്രൈ ചെയ്യുന്ന വിഷയങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.